ഹായ്, ജിജൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആട്ടും കാട്ടോ അതാണ് മുയലും കാട്ടാണ് ഞാൻ അത് ഇട്ടിട്ട് നമ്മൾ കൂട്ടി ഇളക്കുകയാണ് മണ്ണ്. ഇങ്ങനെ നീളനെയുള്ള കണ്ണിയായിരുന്നേ ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. കുറേശ്ശെ കുത്തിയിളക്കി നമ്മൾ നട്ട് ഇങ്ങനെ പോരണം. നമ്മുടെ നാട്ടിലത്തെ പോലെ ഏരിമാടി എടുക്കാനുള്ള സ്ഥലമില്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ പോലെ ഏരിമാടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഏരിമാടി ചെയ്തിട്ടുള്ളത്. ഇത് ഒരു മാസം മുമ്പ് നട്ടതാണ്. ഇതൊക്കെ ഒരു മാസം അതിനൊക്കെ മുന്നേ നട്ടതാണ്. അപ്പം പല മാസത്തിലായിട്ട് ഞാൻ ഇപ്പം എന്ത് നട്ടേക്കണം. മറ്റേത് ഞാൻ എല്ലാം ഒന്നിച്ച് ഈ മാസമാണ് നടാറ്. അപ്പോൾ ഈ മാസം ഞാൻ പല മാസങ്ങളിലായിട്ട് നട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. കൂർക്ക ഉണ്ടാവാറുണ്ട്, എനിക്ക് നന്നായിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി കൂർക്ക നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് നടാൻ വേണ്ടി നമ്മൾ വിത്ത് ഭാവി തലയാക്കിയതാണ്. ഈ തലേന്ന് നമ്മൾ ഇതുപോലെ നീളനെ മുറിച്ചെടുക്കുക. 1, 2, 3, 4 കണ്ണിയുള്ള 4 3 കണ്ണിയുള്ള മൂപ്പിനനുസരിച്ച് നമ്മൾ അത് മുറിച്ചെടുക്കും. നല്ല തല നോക്കി നമ്മൾ മുറിച്ചെടുക്കും. വണ്ണമുള്ളതും മൂപ്പുള്ളതുമായ തല നോക്കി നമ്മൾ മുറിച്ചെടുക്കുക. ചിലർക്കൊരു ധാരണയുണ്ട് വിത്താണോ നടുന്നത് എന്നുള്ളത്. വിത്ത് നട്ട് നമ്മൾ തലയാക്കിയതിന് ശേഷം ഈ തല നുള്ളിയാണ് നമ്മൾ കൂർക്കാണ്. കൂർക്ക വെച്ച് നമുക്ക് തല ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് മൂപ്പായതിന് ശേഷം തല നമ്മൾ മുറിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ നമ്മൾ തല മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് നടാൻ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ 1 ഇഞ്ച് വിരലുകൊണ്ട് ഇങ്ങനെ മാന്തി ഇങ്ങനെ നീളം വെച്ച് കേട്ടോ നമ്മൾ തല നടും. കൂടുതൽ നീട്ടമുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് കളയണം. എന്നിട്ട് മറ്റേ തലയുടെ കട കണ്ടോ, മറ്റേ തലയുടെ കട വന്നിരിക്കുന്നതാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇഞ്ച് മാക്സിമം നമ്മൾ താഴ്ത്തേണ്ട ആവശ്യമുണ്ട്. ഒത്തിരി താഴ്ത്തരുത്. എന്താ കൂർക്ക നടുന്ന വേണ്ട. ഇതുപോലെയാണ് കൂർക്ക നടുക. അതുകൊണ്ട് ഒരു കൈ അകലെ ഇങ്ങനെ നട്ട് പോയാൽ മതി. അകലെ നടുന്നത് എപ്പോഴും നല്ലതാട്ടോ. ഞാൻ മാക്സിമം ഇത്രയാണ് നടാറ്. അകലെ നടുന്നത് കൊണ്ട് കൂർക്ക കൂടുതലുണ്ടാവും എന്നാണ് പറയുക. നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ നാട്ടിലെ പോലെയുള്ള സ്ഥലമില്ലല്ലോ. കൂർക്ക നടുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലെയാണ് കൂർക്ക നടുക. അപ്പോൾ ഞാൻ കൂർക്ക നടുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം എടുത്തതാണ്. അപ്പോൾ ഇനി കൂർക്ക നട്ട് പറിക്കുന്ന വീഡിയോ നമുക്കിടാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. കൂർക്ക നടാൻ അറിയാത്തവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.